ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് verb conjugation എന്താണെന്ന് നോക്കാം. verb conjugation എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്ട് പ്രോനൗൺ മാറുന്നതിനനുസരിച്ച്, അതായത് സബ്ജക്ട് മാറുന്നതിനനുസരിച്ചും ടെൻസസ് മാറുന്നതിനനുസരിച്ച്, അതായത് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ഉണ്ടല്ലോ നമുക്ക്, ഫ്യൂച്ചർ ടെൻസ്. അപ്പൊ ഈ ടെൻസസ് മാറുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ സബ്ജക്ട് മാറുന്നതിനനുസരിച്ചും വെർബിന് വരുന്ന ചേഞ്ചസ്, അതിനെയാണ് verb conjugation എന്ന് പറയുന്നത്. വെർബിന് അങ്ങനെ ചേഞ്ചസ് വരും, അങ്ങനെ കോഞ്ചുഗേറ്റ് ചെയ്യണം നമ്മൾ. ആ പ്രവൃത്തിയാണ് നമ്മൾ verb conjugation എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദി ഫോം ഓഫ് verb ടു റിഫ്ലക്ട് ദി സബ്ജക്ട് ഓഫ് ദി സെന്റൻസ് ആൻഡ് ദി ടെൻസസ് ഓഫ് ദി verb. അപ്പോൾ സബ്ജക്ട് പ്രൊനൗൺസ് ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇഷ്, ദു, സി, എസ്, വിയർ, ഇയർ, സി, സി. ഇവിടെ ഇഷ് എന്ന് പറഞ്ഞാൽ ഐ, ദു എന്ന് പറഞ്ഞാൽ യു, ഇൻഫോർമൽ യു, എന്ന് പറഞ്ഞാൽ ഹി, സി എന്ന് പറഞ്ഞാൽ ഷീ, എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്, വിയർ എന്ന് പറഞ്ഞാൽ വി, ഇയർ എന്ന് പറഞ്ഞാൽ യു ഓൾ, സി വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എസ്. എസ് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ യു ഫോർമൽ. ജർമ്മനിൽ രണ്ട് യു ഉണ്ട്, ഇൻഫോർമലും ഫോർമലും. ഫോർമൽ യു എഴുതുന്ന എങ്ങനെ? ക്യാപിറ്റൽ ലെറ്റർ ഉള്ള സി. സ്മോൾ ലെറ്റർ ഉള്ള സിയുടെ മീനിങ് വരുന്നത് ദേ. അടുത്ത നമുക്ക് റെഗുലർ വേർബ്സ് ഏതൊക്കെയാന്ന് നോക്കാം. റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ അതായത് അതിനൊരു ഫിക്സ്ഡ് പാറ്റേൺ കാണും. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ സബ്ജക്ട് പ്രോനൗൺസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ എന്താണ് ആ വെർബിന്റെ ഫോമും മാറും. ആ ഫോം മാറുമ്പോൾ ആ വെർബിന് വരുന്ന ചേഞ്ചസ് അത് സെയിം പാറ്റേണിലായിരിക്കും എല്ലാ കേസിലും, എല്ലാ വെർബിനും. അതിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇവിടെ verbs that follow a fixed pattern, the endings added to the verb stem are changed. അതായത് ഒരു വെർബിന്റെ ലാസ്റ്റ് en മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പോർഷനെ നമ്മൾ പറയുന്നതാണ് verb stem. ആ verb stem എന്താണ്? ആ verb stemന്റെ ലാസ്റ്റിൽ നമ്മൾ en മാറ്റിയിട്ട് അതിന് പകരം ആഡ് ചെയ്യുന്ന ലെറ്റേഴ്സ്, അപ്പോഴാണ് നമ്മൾ എന്താണ് വെർബിനെ കോഞ്ചുഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മൾ en മാറ്റും, അത് കഴിഞ്ഞിട്ട് അതിന് എൻഡിങ്സ് ആഡ് ചെയ്യും. ഇനി നമുക്ക് എന്തൊക്കെ എൻഡിങ്സ് ആണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഇഷിന് നമ്മൾ en മാറ്റിയിട്ട് അവിടെ ഇ ആഡ് ചെയ്ത് കൊടുക്കും. ദൂവിന് എസ് ടി ആഡ് ചെയ്ത് കൊടുക്കും. സി എസ് വരുമ്പോൾ അവിടെ en മാറ്റിയിട്ട് നമ്മൾ പകരം ടി ആഡ് ചെയ്ത് കൊടുക്കും. വിയറിന് നമ്മൾ അതിനെ ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെ എഴുതും. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫോം, അതായത് ആ വെർബ് എങ്ങനെയാണോ en ചേർത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതും. അത് വിയറിനും സി ഓർഡർ സിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇയറിന് നമ്മൾ ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കും. സി എസ് ഇയർ, ഇതിന് നാലെണ്ണത്തിന് നമ്മൾ ടി ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടെ നോക്കാം. ഇഷ്യൂ നമ്മൾ ഇ ആഡ് ചെയ്യും, ദൂവിന് എസ് ടി ആഡ് ചെയ്യും, സി എസിന് ടി ആഡ് ചെയ്യും, വിയറിനും സി ഓർഡർ സിക്കും ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെ എഴുതും, അതായത് en ആയിട്ട് തന്നെ എഴുതും. ഇയറിന് നമ്മൾ ടി ആഡ് ചെയ്യും. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന വെർബാണ് ലേൺ. ലേണിന്റെ മീനിങ് ടു ലേൺ. ഇവിടെ ഇഷിന് വരുമ്പം ഇഷ് ലേൺ, അതിന്റെ മീനിങ് വരുന്നത് ഐ ലേൺ. ദു ലേൺസ്റ്റ്, മീനിങ് വരുന്നത് യു ലേൺ. സി എസ് ലേൺഡ്, ഹി ലേൺസ് അല്ലെങ്കിൽ ഷീ ലേൺസ് അല്ലെങ്കിൽ ഇറ്റ് ലേൺസ്. വിയർ ലേർണൻ, വി ലേൺ. ഇയർ ലേൺഡ്, യു ഓൾ ലേൺ. സി ലേർണൻ, യു ലേൺ അല്ലെങ്കിൽ ദേ ലേൺ. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് കൊമ്മൻ എന്നുള്ള വേർബ് മീനിങ് ടു കം. ഇഫ് കൊമ്മേ, ദു കോംസ്, സി എസ് കോം, വിയർ കൊമ്മൻ, ഇയർ കോം, സി ഓർഡർ സി കൊമ്മൻ. സ്പീലന്റെ തന്നെ അതുപോലെ ടു പ്ലേ എന്നുള്ള മീനിങ് വരുന്നത് ഇഫ് സ്പീലെ, ദു സ്പീൽസ്, സി എസ് സ്പീൽ, വിയർ സ്പീലൻ, ഇയർ സ്പീൽ, സി ഓർഡർ സി സ്പീലൻ. അടുത്ത കൗഫന്റെ ഇഫ് കൗഫെ, ദു കൗസ്, സി എസ് കൗഫ്, ഇയർ വിയർ കൗഫൻ, ഇയർ കൗഫ്, സി ഓർഡർ സി കൗഫൻ. അടുത്തത് ഈ റെഗുലർ വേർബ്സിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് പാറ്റേണിൽ ചില വ്യത്യാസങ്ങൾ വരും. വ്യത്യാസം വരുന്നത് എവിടാന്ന് വെച്ചാൽ മിക്കപ്പോഴും ദു, സിയസ്, ഇയർ, ഇവിടെ ആ മൂന്ന് പ്രൊനൗൺസ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ വ്യത്യാസം വരുന്നത്. അത് വരാൻ കാരണം ഇത് പ്രൊനൗൺസിയേഷൻ, അതായത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു റെഗുലർ വേർബ്, അതിന്റെ വേർബ് സ്റ്റെം ഡി അല്ലെങ്കിൽ ടി വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു എക്സ്ട്രാ ഇ ഇട്ട് കൊടുക്കും. എവിടെ ഇട്ട് കൊടുക്കും? ലൈക്ക് നമ്മുടെ ആ ഫിക്സ്ഡ് പാറ്റേണിനകത്ത് ഇ ഇട്ട് കൊടുക്കും. അതായത് ദൂവിന് നമ്മൾ എസ് ടി ആഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എസ് ടിക്ക് പകരം നമ്മൾ ഇ എസ് ടി ആഡ് ചെയ്ത് കൊടുക്കും. എന്താ ആഡ് ചെയ്ത് കൊടുക്കും? ഇ എസ് ടി. കാരണം ഡിയുടെ കൂടെ എസ് ടി ആഡ് ചെയ്താൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ടിയുടെ കൂടെ എങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും? നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ഇ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇ എസ് ടി എന്ന് വരും. ടി എന്നുള്ളത് ഇ ടി എന്നും വരും. നമുക്ക് അതിന് രണ്ട് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പം രണ്ട് വെർബ് എടുത്തിട്ടുണ്ട്. റേഡൻ ടു കോൾ, ആർബൈറ്റൻ ടു വർക്ക് എന്നുള്ളത്. ഇവിടെ റേഡന്റെ എന്താണ് en മാറ്റി കഴിഞ്ഞാൽ വെർബ് സ്റ്റെമിന്റെ എൻഡിങ് എങ്ങനെയാണ്? ഡി എന്നാണ് വരുന്നത്. ആർബൈറ്റന്റെ en മാറ്റി കഴിഞ്ഞാൽ വെർബ് സ്റ്റെമിന്റെ എൻഡിങ് വരുന്നത് ടി എന്നാണ്. അപ്പോൾ ഇവിടെ റേഡൻ എന്നുള്ളതിന്റെ ദു വരുമ്പോൾ എങ്ങനെയാണ്? റേഡസ്റ്റ്, ഇ എസ് ടി എന്ന് വന്നു. സി എസ് വരുമ്പോൾ എങ്ങനെയാണ്? റേഡറ്റ്. ഇയർ വരുമ്പം റേഡറ്റ്. ബാക്കി എന്താണ്? ബാക്കിയെല്ലാം സെയിം തന്നെ ആയിട്ടാണ് വരുന്നത്.
ഇവിടെ arbeiten എന്നുള്ളത് ich arbeite, du arbeitest, sie arbeitet, wir arbeiten, ihr arbeitet, sie oder sie arbeiten. അപ്പോൾ ഇങ്ങനെ അതായത് verb stemന്റെ ending t or d വരുവാണെങ്കിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. എവിടെ? do ഫോം, cs അല്ലെങ്കിൽ ear ഫോമിൽ. അടുത്ത ഒരു എക്സെപ്ഷൻ ആണ് verb stemന്റെ ending s, set അല്ലെങ്കിൽ ബീറ്റ s വരുവാണെങ്കിൽ. ഈ 3 ലെറ്റേഴ്സ് ആ വരുന്നെങ്കിൽ do ഫോമിൽ മാത്രം ചേഞ്ച് വരും. എങ്ങനെയാ ചേഞ്ച് വരുന്നത്? st എന്നുള്ളത് t എന്നാകും. കാരണം നമുക്ക് അവിടെ s ഇടേണ്ട ആവശ്യം വരുന്നില്ല, ഓൾറെഡി അവിടെ s ഉണ്ട്. അപ്പൊ നമുക്ക് s ഇടേണ്ട ആവശ്യമില്ല, ഡബിൾ s ഇടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന verb റൈസൻ, ടാൻസൻ, ഹൈസൻ. ഇവിടെ verb stemന്റെ ending എന്താണ്? s വരും. ഇവിടെ ടാൻസന്റെ verb stemന്റെ ending z വരും. ഇവിടെ ബീറ്റ s വരും. അപ്പോൾ എങ്ങനെയാ? ഇപ്പൊ റൈസന്റെ നോക്കുകയാണെങ്കിൽ ich reise, du reist, sie reist, wir reisen, ihr reist, sie oder sie reisen. ഇവിടെ അപ്പോൾ du, sie, ihr ഇത് മൂന്നിന് സെയിം രീതി തന്നെയാണ് ഫോം വരുന്നത്. ടാൻസൻ ich tanze, du tanzt, sie tanzt, wir tanzen, ihr tanzt, sie oder sie tanzen. അടുത്ത ഹൈസന്റെ ich heiße, du heißt, sie heißt, wir heißen, ihr heißt, sie oder sie heißen. അടുത്തതായി വരുന്നതാണ് ഇറഗുലർ വേർബ്സ്. നമ്മൾ റെഗുലർ വേർബ്സ് ഓൾറെഡി പറഞ്ഞു, അതായത് ഒരു ഫിക്സ്ഡ് പാറ്റേൺ ആണ്. അതിന് ഓരോ സബ്ജക്ട് പ്രോനൗൺ വരുമ്പോഴും അതിന്റെ ഫോമിന് വരുന്നത്. പക്ഷേ ഇറഗുലർ വേർബ്സിന് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ല. നമ്മുടെ വേർബ് സ്റ്റെമിലെ വവൽസ് അത് ചേഞ്ച് ആവും. അതെങ്ങനെയൊക്കെയാ നമുക്ക് നോക്കാം. ഇവിടെ ചേഞ്ചസ് വരുന്നത് ഏതൊക്കെ ഫോമിലാന്ന് ചോദിച്ചാൽ ദു, എർസിയസ് ഈ രണ്ട് ഫോമിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. ബാക്കിയെല്ലാം റെഗുലർ വേർബ്സിനെ പോലെ തന്നെ സെയിം ഫോമിൽ കിടക്കും. ആദ്യത്തെ കേസ് വേർബ് സ്റ്റെമിൽ ഇപ്പോൾ ഇ ഉണ്ടെങ്കിൽ ഐ ആയിട്ട് മാറുന്ന കേസ്. അതിപ്പോ എല്ലാ വേർബിനും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ചില വേർബ്സിന് വേർബ് സ്റ്റെമിൽ ഇ ഉണ്ടെങ്കിൽ അത് ഐ ആയിട്ട് മാറും. അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്പ്രെഹൻ, നെയ്മൻ, ഗേബൻ. സ്പ്രെഹൻ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്, നെയ്മൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക്, ഗേബൻ എന്ന് പറഞ്ഞാൽ ടു ഗിവ്. ഈ മീനിങ്സ് ആണ് വരുന്നത്. ചേഞ്ചസ് വരുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഇറഗുലർ വേർബ്സിനകത്ത് ദു ഫോമിലും എർസിയസ് ഫോമിലും ആയിരിക്കും ഈ ചേഞ്ചസ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, സ്പ്രെഹന്റെ നമുക്ക് നോക്കുവാണെങ്കിൽ ദൂയില് സ്പ്രിഷ്ട് എന്നാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റിൽ എസ് ടി ഉണ്ട്, പക്ഷെ ഇവിടെ ഐ നമ്മൾ എങ്ങനെയാണ് ഈ ഐ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എർസിയസ് ഫോമില് സ്പ്രിഷ്ട് എന്ന് വന്നു, CH T എന്ന് വന്നു. ഇവിടെ പക്ഷെ ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഫോംസ് എല്ലാം സെയിം ആയിട്ട് തന്നെ എങ്ങനെയായിരുന്നു റെഗുലർ വേർബ്സിൽ എങ്ങനെയായിരുന്നു ആ സെയിം ഫോമിൽ തന്നെ വരും. ich spreche, du sprichst, sie spricht, wir sprechen, ihr sprecht, sie oder sie sprechen. അടുത്ത നെയ്മന്റെ ich nehme, du nimmst, sie nimmt, wir nehmen, ihr nehmt, sie oder sie nehmen. ഗേബന്റെ ich gebe, du gibst, sie gibt, wir geben, ihr gebt, sie oder sie geben. ഇനി അടുത്ത കേസ് ഒന്ന് നോക്കിക്കേ. ഇപ്പൊ വേർബ് സ്റ്റെമില് ഈ IE ആയി മാറുന്ന കേസസ്. ചില വേർബ്സിന് വേർബ് സ്റ്റെമിലെ ഈ IE ആയിട്ട് മാറും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണിത്. ലേസൻ, സേഹൻ, എംഫെലൻ. ലേസൻ എന്ന് പറഞ്ഞാൽ ടു റീഡ്, സേഹൻ എന്ന് പറഞ്ഞാൽ ടു സീ, എംഫെലൻ എന്ന് പറഞ്ഞാൽ ടു റെക്കമെൻഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇവിടെ ദു, എർസിയസ് ഈ രണ്ട് ഫോമിലാണ് എന്ത് ചേഞ്ചസ് വന്നിരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ ഇപ്പം ലേസന്റെ നമുക്ക് പറയാം. ഇഷ് ലേസെ, ദു ലീസ്റ്റ്, എർസിയസ് ലീസ്റ്റ്, വിയർ ലേസൻ, ഇയർ ലെസ്റ്റ്, സിയോടെ സി ലേസൻ. സേഹന്റെ ഇഷ് സേഹെ, ദു സീസ്റ്റ്, എർസിയസ് സീറ്റ്, വിയർ സേഹൻ, ഇയർ സേറ്റ്, സിയോടെ സി സേഹൻ. എംഫെലന്റെ ഇഷ് എംഫെലെ, ദു എംഫീൽസ്റ്റ്, എർസിയസ് എംഫീൽഡ്, വിയർ എംഫെലൻ, ഇയർ എംഫെൽറ്റ്, സിയോടെ സി എംഫെലൻ. അപ്പോൾ ഇങ്ങനെയുള്ള വേർബ്സിന്റെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അതായത് ഒരു ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടി, ഒരു PDF-ന്റെ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർബ്സിന്റെ അതിന്റെ കോൺജുഗേഷൻ, റെഗുലർ, ഇറഗുലർ എല്ലാത്തിന്റെയും ഈ പല കേസസ് വരുന്നതും സെഗ്രിഗേറ്റ് ചെയ്ത് ഞാനൊരു PDF ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം. അടുത്തത് 3 മെയിൻ ഹെൽപ്പിംഗ് വേർബ്സിന്റെ കോൺജുഗേഷൻ നമുക്ക് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും നേരം പറഞ്ഞ വേർബ് കോൺജുഗേഷൻസ് എല്ലാം പ്രസന്റ് ടെൻസിലായിരുന്നു. പാസ്റ്റ് ടെൻസിൽ വരുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ കോൺജുഗേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ ആ കോൺജുഗേഷൻ പഠിക്കാം. ഇത്രയും നേരം പറഞ്ഞതെല്ലാം പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ആദ്യം സൈൻ. സൈനിന്റെ മീനിങ് വരുന്നത് ടു ബി. അതിന്റെ കോൺജുഗേഷൻ വരുന്നത് ich bin, du bist, sie ist, wir sind, ihr seid, sie oder sie sind. ഹാബിന്റെ വരുന്നത് മീനിങ് ടു ഹാവ്. അതിന്റെ കോൺജുഗേഷൻ വരുന്നത് ich habe, du hast, sie hat, wir haben, ihr habt, sie oder sie haben. അടുത്തത് werden മീനിങ് ടു ബിക്കം. അതിന്റെ കോൺജുഗേഷൻ വരുന്നത് ich werde, du wirst, sie wird,
വിയർ വേർഡൻ, ഇയർ വേർഡറ്റ്, സിയോഡസി വേർഡൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും വേർബ്സിന്റെ അതായത് ഇത്രയും കേസസിന്റെ ഇറഗുലർ ആൻഡ് റെഗുലർ ബോത്ത് കേസസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് വേർബ്സിന്റെ ലിസ്റ്റ് വിത്ത് കോൺജുഗേഷന്റെ PDF ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം.